ചന്ദ്രു ഞാൻ സ്നൈപ്പോടെ ഒരു ഇന്റർവ്യൂ ചാനൽ തുടങ്ങി കേട്ടോ. ഇന്റർവ്യൂ മറ്റേ ഈ ഇപ്പോഴത്തെ കാർസിന്റെ ആൾക്കാർ ഇപ്പൊ ചന്ദ്രന്റെ ഇടയ്ക്ക് കാറുകാരൊന്ന് റിവ്യൂ ഒക്കെ ചെയ്തില്ലേ, അതുപോലെ ഇപ്പൊ കാർസിനെ ഇഷ്ടപ്പെടുന്നവരെ റിവ്യൂ ചെയ്യുന്നൊരു അപ്പം സെക്ഷനാണ്. കാർ വിൽക്കും പിന്നെ കാർസിനെ ഇപ്പൊ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഇത്, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻ കാറുകളൊക്കെ കാണും, അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അവരോട് ചോദിക്കും. അപ്പൊ ചന്ദ്രന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആയിട്ട് എടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, വരുന്നോ? ചന്ദ്രന് എന്ത് പിന്നെ താല്പര്യമുള്ളത്? നമ്മളെന്ത് പറഞ്ഞാലും അങ്ങനെ താല്പര്യമില്ല. എന്താണ് ചന്ദ്രന് താല്പര്യമില്ലേ? ഹംസക്കുട്ടിനെ പിടിച്ചോണ്ട് തരണേ. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചന്ദ്ര ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ന്യൂസ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി. ന്യൂസ് റിപ്പോർട്ടർ അല്ല, ഒരു ഇന്റർവ്യൂ ചാനൽ പോലെ. ചന്ദ്രന്റെ മറ്റേ ബഗ് ഒക്കെ ഈയിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തില്ലേ, അതുപോലെ. അപ്പം ഈ ഇന്റർവ്യൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാർസ് കാണും. നിങ്ങളുടെ കയ്യിൽ കാറുണ്ട്? അത് അല്ലല്ല, ഞങ്ങളുടെ കുറച്ച് കാർസ് ഉണ്ട്, അത് ഓടിച്ചു നോക്കിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക, അതൊന്ന്. പിന്നെ ചന്ദ്രന്റെ കാർ ഉണ്ടെങ്കിൽ ചന്ദ്രന്റെ കാറിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ഒക്കെ ചോദിക്കുക, ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യം. നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൈസ കിട്ടും. നമ്മുടെ പുതിയ മോൺസ്റ്റർ ട്രക്ക്. ഇതായിരിക്കും പുതിയ. ഹലോ, അല്ലേ? അതെ, ഇതാ കാശ അല്ല, ഇത് പുതിയ മോൺസ്റ്റർ ട്രക്കും, ഇത് പുതിയ അല്ല, ഇത് പുതിയ ഒരാളായിരിക്കുമല്ലോ ചന്ദ്രന്റെ ജീവിതത്തിൽ. നീ ഇതാണ് നമ്മൾ കാറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കാറിന്റെ ക്യാമറ ഓഫ് ഞാൻ എന്റെ ഡീൽസ് പറയട്ടെ. ഞാനൊരു റിവ്യൂവർ ആണ്, അപ്പൊ അതിന്റേതായിട്ടുള്ള ഇത് കാശ് 50 ലക്ഷം ആദ്യമേ താ. നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. പിന്നെ നോക്കാം. ഇല്ല 50 ലക്ഷം ബൈറ്റ് കിട്ടാതെ എന്റെ അക്ഷരം പറയാൻ വാ തുറക്കൂല. അത് 50 ലക്ഷം അല്ലേ ചിമ്പു? 50 ലക്ഷം അല്ലേ? 50 ലക്ഷം ചന്ദ്രൻ ഇങ്ങനെ നിന്നാ മതി. ചന്ദ്രൻ നടക്കൂല മോനെ, നടക്കണ പ്രശ്നമില്ല. 50 ലക്ഷത്തിന് 1 രൂപ കുറയില്ല. എനിക്ക് കണ്ണാപ്പി, നീ സ്നൈപ്പ് ആണെങ്കിൽ പിന്നെ വിശ്വാസം. നീ ഇവിടെ വന്നോണ്ടാണ് എനിക്ക്. അതുകൊണ്ട് കാശ് ആദ്യമേതാ. എന്നെ വെച്ച് കാശ് ഉണ്ടാക്കുമല്ലേ നീയൊക്കെ? എന്നെ വെച്ച് കാശ് ഉണ്ടാക്കുമല്ലേ? 50 ലക്ഷം നമ്പർ നല്ല കാശ് കിട്ടുന്ന പരിപാടിയാണ്. 047. ഞാൻ എണ്ണി നോക്കുവേ, എന്റെ അക്കൗണ്ടിൽ കാശൊന്നുമില്ല. 100,000 ലക്ഷം 10 ലക്ഷം. ഞാൻ എണ്ണി നോക്കേ, കളിക്കല്ലേ. കൊടുക്കടാ സേവ കൊടു. ഞാൻ പിച്ചക്കാശ് പോലാണ് ചന്ദ്രന് വരുന്നത് കേട്ടാ. അതെയാ ചന്ദ്രന്റെ 100, 1000, 10,000 ലക്ഷം 10 ലക്ഷം. നമുക്ക് ലാഭം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. സ്വന്തമായിട്ട് കണ്ണാടി നോക്കണം ആദ്യം. പറയില്ല. ഞാൻ എന്തായാലും പൈസ കണ്ണല്ലേ. വണ്ടി എവിടെ? ആദ്യം ചന്ദ്രനെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യണം. അപ്പൊ ഗൈസ്, വെൽക്കം ടു ഹലോ ഗൈസ്, വെൽക്കം ടു 5 ഷോ. 5 ഷോയാ. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രബോസ് ആണ്. നമസ്കാരം. എന്റെ പേര് ചന്ദ്രൻ എന്നാണ്. തക്കട് വീട്ടിൽ ചന്ദ്രൻ എന്നാ എല്ലാരും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ചന്ദ്രബോസ് ഇതാരാണ്? ഇതെന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ട്. പുള്ളിക്ക് 2 ലംബോർഗിനി ഒക്കെ ഉണ്ട്. ഒരു സെക്കൻഡ്. നമസ്കാരം. ഇത് ലംബോർഗിനി ഉണ്ടെന്നാ? അതാ പുള്ളിക്ക് ലംബോർഗിനി ഒക്കെ ഉണ്ടെന്നാ പറയാ പുള്ളിക്ക്.
പേരൊക്കെ പറ ചിമ്പു പേരൊക്കെ പറഞ്ഞു. ചന്ദ്രബോസ് ഇത് ആനിമൽ പ്ലാൻ ഷോ അല്ല, കാർ ഡ്രൈവിംഗ് ഷോ ആണ്. ഇതാണ് സൈഡിൽ ഇരിക്കുന്നത് ആനിമൽ പ്ലാൻ. എടാ ഞാൻ നീ വന്നപ്പോ ആനിമൽ പ്ലാന്റ് ആണ് വിചാരിച്ചത്, ആദ്യം മനസ്സിലായില്ലേ? അത് കൊള്ളല്ലോ, വളരെ മോശം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വണ്ടിയുടെ പേര് ഏത് കമ്പനിയുടെ? അപ്പോ നമ്മളിന്ന് എത്ര എഞ്ചിനാണ് വരുന്നത് അതില്? സ്പ്ലെൻഡർ പറയായിരിക്കും, കാരണം സാറിന് സംസാരിക്കാം. ഗൈസ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലാൻസർ റിവോക്സ് എന്നുള്ളൊരു കാറിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഗൈസ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ. ഓക്കെ കാർ എടുത്തോണ്ടാ ഇതാണ് കാർ. എടുത്തൊരു എടാ ഇത് ലാൻസർ റിവോക്സ് അതിന്റെ പേര്. ഇറങ്ങും ഷോട്ട് വണ്ടി ഷോട്ട്. എടാ വണ്ടിയുടെ ഷോട്ടൊക്കെ എടു. ഹലോ ക്യാമറമാന്റെ ഐഡി എത്രയായിരുന്നു? എന്റെ ഐഡി 290. എടാ വണ്ടി ഞാനിവിടെ എന്തിനായിട്ട് കറക്കി എത്ര ഡിസ്റ്റർ ഒക്കെ ചെയ്തത്? ക്യാമറ എടുത്തില്ല. എന്താ കണ്ണാ ഫ്രണ്ടിന്റെ സാധനം എന്താ കണ്ണാത് കണ്ണമ്മനെ? എന്താ ഇത് ഈ ഫ്രണ്ട് ഈ സാധനം അറിഞ്ഞൂടാ? ഈ സാധനം ഈ പച്ച ഫ്രണ്ടിരിക്കുന്ന പൊതിയാ? അതെന്ത് പൊതിയാണ്? അറിഞ്ഞൂടാ? ഇവിടാടാ നീ ഇതെന്താണെന്ന് പറയുന്നത്? കണ്ണടി മാത്രമാണോ? ചിമ്മാണോ ആ ഫ്രണ്ട് വെന്നിന്റെ മോളിൽ സാധനം എന്താണ്? ടെർബോണാ? എനിക്കിതിനെ വണ്ടിയെ പറ്റി വലിയ ഇത് ബോംബാണ്. ടർബോ സാറിതറാ മോനെ നമ്മുടെ ക്യാമറമാൻ അതെ ഒരു സെക്കൻഡ്. ഈ ടർബോ ചാർജറെ ഇത് പൊക്കുമ്പോ ടർബോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. എത്ര നാളെ നിങ്ങൾ ഈ ഒരു രംഗത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ ഇറങ്ങിട്ട്? കുറച്ചാളായി. ചാനലിന്റെ പേരുന്നത് 8 ഇഞ്ച് 4 ഇഞ്ച് നിന്റെ വായിലെന്നാ ഉണ്ടച്ചി? എന്നെ നീ കൊല്ലാൻ ഇറങ്ങിയെടാ പട്ടി. മറ്റേ ഇറങ്ങാ എടാ. വണ്ടിയൊക്കെ വണ്ടിയാണ്. സ്നൈപ്പിനെ കൊണ്ടോ ചന്ദ്രൻ? വണ്ടികളല്ലേ ആവശ്യമുള്ള വണ്ടിയാ. എന്താ ആൾക്കാരെ കൊല്ലാനോ പട്ടി നിനക്കൊക്കെ? ബോംബ് വെച്ച് ടർബോ പറഞ്ഞ് കൊണ്ടുവന്നേക്കണ എന്റെ മൂഞ്ചിക്ക്. എടാ പട്ടി. എടാ അത് ചന്ദ്ര ബോംബാന്നല്ലേ പറഞ്ഞത്? ഒന്ന് പൊട്ടിച്ചാടാ, ഒന്ന് വെടിവെച്ച് കാണിച്ചാടാ. എന്റെ ബോംബ് പൊട്ടുന്നില്ലല്ലോ. ബോംബ് വിളിക്കുമ്പോഴല്ല കണ്ണാപ്പി പൊട്ടെ.
കണ്ണാ നമ്മൾ ഇതേ സെയിം വണ്ടി എടുത്താ പോരെ വീണ്ടും സീനല്ലോ വെയിറ്റ് ഇതായിരുന്നു എനിക്ക് കുറച്ച് വണ്ടി എടുത്തിട്ടാ എനിക്ക് കുറച്ച് 5 ആകുമ്പോ 5 ആകുമ്പോ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ചന്ദ്ര ഇപ്പൊ വെയിറ്റ് കുഴപ്പമില്ല എനിക്ക് എന്തായാലും 50 ലക്ഷം കിട്ടിയടാ ഞാൻ ഹാപ്പി പരിപാടി ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എടാ നീയൊക്കെ ഒരു ദിവസം അല്ലാണ്ട് ഇന്നിങ്ങനെ ഇറങ്ങിയപ്പോഴേക്ക് അറിയുന്നു ഇത് ഉടായ്പ നിനക്ക് ഉടായ്പ ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ടാ എന്നോടാ അവനൊക്കെ ബോംബ് വെച്ച് ആളെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് എന്റെ ചാറ്റിൽ കുറെ നേരത്തെ മോഡറേറ്റേഴ്സ് എന്തൊക്കെ കട്ടൊക്കെ ഡിലീറ്റ് ചെയ്യണേ നല്ല പിള്ളേര് കേറ് നമുക്ക് കുറച്ച് പരിപാടിയാണ് കേറ് ഇനി എന്റെ അണ്ടി വലിച്ചു പോര് പാട്ട് ഇറങ്ങിക്കോണ്ട രണ്ടെണ്ണം കൂടി രണ്ട് പണിയ വണ്ടി കയറി ബാക്കി കയറിയാണ് കേറ് എടാ സ്നൈ പ്രശ്നപ്പെടാ ചാവില്ലല്ലേ അമ്മരൊക്കെ ചാവില്ലല്ലോ കണ്ണാ ബാക്കി കയറാൻ പറ്റും ഇതാരെടുത്തുന്ന വണ്ടി ചിമ്പു ടയറൂരിയല്ലേ ചന്ദ്ര എനിക്ക് അങ്ങ് മിസ്റ്റർ എക്സിന് എടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് എന്നെ സ്നൈപ്പിനോട് ഗ്യാരേജിലോട്ട് ഇടുവോ നല്ലൊരു വണ്ടിയായിരുന്നു അതിന്റെ ടയർ നീ കൂലിയല്ലേ നമ്മളൊരു ഗ്യാരേജിലോട്ട് ഇടുവോ നമ്മളെ ഗ്യാരേജിലോട്ടാ